ഹലോ, നമസ്കാരം കുട്ടികളെ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റെസിസ്റ്റൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റൻസ് കണക്ഷൻസ്. അത് സീരീസ് രണ്ട് തരത്തിലുള്ള കണക്ഷനുകളാണ് റെസിസ്റ്റൻസ്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഒരു ലോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ബൾബോ ഹീറ്ററോ മോട്ടറോ അങ്ങനെ ഏതൊരു ഇലക്ട്രിക്കൽ ലോഡിനെയും നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ഉപകരണങ്ങളും ഘടിപ്പിക്കുന്നത് രണ്ട് തരത്തിലാണ്. നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ട് ബൾബുകൾ, സീരീസ് ബൾബുകളും നമ്മൾ വീട്ടിലൊക്കെ കണക്ട് ചെയ്യുന്നത്, ബൾബുകൾ കണക്ട് ചെയ്യുന്നത് പാരലായിട്ടാണ്. രണ്ട് തരത്തിലുള്ള കണക്ഷനുകളാണ് റെസിസ്റ്റൻസുകൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഓരോ തരം കണക്ഷൻസും അതിൻ്റെ പ്രത്യേകതകളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ, റെസിസ്റ്റൻസ് മേ ബി കണക്റ്റഡ് ഇൻ സീരീസ് ഓർ പാരലൽ ഓർ ഇൻ സീരീസ് പാരലൽ കോമ്പിനേഷൻസ്. സീരീസിലും പാരലലും സീരീസ് പാരലൽ കോമ്പിനേഷനും രണ്ടും കൂടെ കൂടി അങ്ങനെ മൂന്ന് തരത്തിൽ റെസിസ്റ്റൻസുകൾ കണക്ട് ചെയ്യാം. എന്താണ് സീരീസ് കണക്ഷൻ? വെൻ ടു ഓർ more than two resistors are connected in such a way that the second terminal of the first resistance connects the first terminal of second resistance, and the second terminal of second resistance connect the first terminal of third resistance, and so on, keeping the path of electric current the same, is called the series connection as shown in figure. വിവരണം കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട, സംഗതി സിമ്പിളാണ്. ഇത് ഓരോ R1, R2, R3 മൂന്ന് റെസിസ്റ്റൻസുകളാണ്. ഒന്നാമത്തെ റെസിസ്റ്റൻസിൻ്റെ സെക്കൻഡ് ടെർമിനൽ രണ്ടാമത്തെ റെസിസ്റ്റൻസിൻ്റെ ഫസ്റ്റ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി രണ്ടാമത്തെ റെസിസ്റ്റൻസിൻ്റെ സെക്കൻഡ് ടെർമിനൽ മൂന്നാമത്തെ റെസിസ്റ്റൻസിൻ്റെ ഫസ്റ്റ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ വാലയിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന രീതിയാണ് എന്ത് കണക്ഷൻ എന്ന് പറയുന്നത്? സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. സീരീസ് ഓഫ് റെസിസ്റ്റൻസസ്. റെസിസ്റ്റൻസുകളുടെ ഒരു സീരീസ് ആയിട്ട് രണ്ടോ മൂന്നോ നാലോ എത്രയാവാം ഒന്നിനു പുറകെ ഒന്നായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഇനി സീരീസ് കണക്ഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Let us consider resistance R1, R2, R3 are connected in series across a supply voltage of V as shown. It is clear that current passing through all the resistance are same, say I ampere. അതായത് I ആംപിയർ കറണ്ടാണ്. ഇവിടെ വോൾട്ടേജ് V വോൾട്ടേജ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ സപ്ലൈ വോൾട്ടേജ് V ആണെന്ന് കരുതുക. അപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ട് I ആംപിയർ. ഓരോ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ R1 ഓം, R2 ഓം, R3 ഓം ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ട്, ഈ I എന്ന കറണ്ട് R1ലൂടെയും കടന്നു പോകും, R2ലൂടെയും കടന്നു പോകും, R3യിലേയും കടന്നു പോയി ഇത് ഇവിടെ പോസിറ്റീവിൽ നിന്ന് കടന്ന് നെഗറ്റീവിൽ എത്തുന്നു. അതായത് ഓരോ റെസിസ്റ്റൻസിലൂടെയും കടക്കുന്ന വോൾട്ടേജ് സെയിം ആണ്. അപ്പോൾ ഇവിടെ സീരീസ് കണക്ഷനിൽ കറണ്ട് പാസിംഗ് ത്രൂ ഓൾ റെസിസ്റ്റൻസസ് ആർ സെയിം. അപ്പോൾ നമ്മൾ ഇത് ഒന്നിലൂടെ R1ലൂടെ കടന്നു പോകുന്ന I1ഉം R2ലൂടെ കടന്നു പോകുന്ന റെസിസ്റ്റൻസ് I2ഉം R3ലൂടെ കടന്നു പോകുന്ന റെസിസ്റ്റൻസ് I3യും ആണെങ്കിൽ അതെല്ലാം സെയിം ആയിരിക്കും. I1 സമം I2 സമം I3 എക്സെട്ര. അതായത് കറണ്ട് ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് അത് ഓർക്കുക, സീരീസ് കണക്ഷനിൽ കറണ്ട് പാസിംഗ് ത്രൂ ഓൾ റെസിസ്റ്റൻസസ് ആർ സെയിം. അപ്പോൾ ഈ മൂന്ന് റെസിസ്റ്റൻസുകൾ സീരീസ് കണക്ഷനിൽ ഒന്നിലധികം റെസിസ്റ്റൻസുകൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന കറണ്ട് എപ്പോഴും സെയിം ആയിരിക്കും. ലെറ്റ് V1 വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R1, അല്ലെങ്കിൽ ഈ R1 എന്ന റെസിസ്റ്റൻസിൻ്റെ ഇടയിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് V1ഉം R2ലൂടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് V2ഉം R3ക്ക് ഇടയിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് V3യും ആണെന്നിരിക്കട്ടെ.
അതായത് ഈ ഇവിടെ കറണ്ട് സെയിം ആണ്, പക്ഷേ ഈ ഓരോ ഇൻസ്ട്രുമെന്റിലും അല്ലെങ്കിൽ ഓരോ റെസിസ്റ്റൻസിലൂടെയും ടെർമിനലിന്റെ ഇടയ്ക്ക് നമ്മൾ അളന്ന് നോക്കിയാൽ, വോൾട്ട് മീറ്റർ വെച്ച് അളന്ന് നോക്കിയാൽ ഇവിടെ വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. അതായത് നമ്മൾക്കറിയാം ഒരു 220 വോൾട്ടിൻ്റെ സാധാരണ നമ്മുടെ ബൾബ്, സാധാരണ ഒരു ഫിലമെന്റ് ബൾബ്. അപ്പോൾ അങ്ങനെ 2 ബൾബ് ഇതുപോലെ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ പവർ സപ്ലൈയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഫുൾ വെളിച്ചത്തിൽ കത്തുവോ? ഇല്ല. അതിങ്ങനെ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്താൽ അതിൻ്റെ പകുതി വോൾട്ടേജ്, ഒരേ വോൾട്ടേജും ഒരേ റെസിസ്റ്റൻസ് ഉള്ള സെയിം ആയിട്ടുള്ള ബൾബാണെന്ന് കരുതുക. അപ്പോൾ അത്തരം 2 ബൾബുകളാണെങ്കിൽ അത് നമ്മൾ 220 വോൾട്ടിൽ കൊടുത്താൽ അതിൻ്റെ പകുതി വോൾട്ടേജ് നമുക്ക് ഓരോ ബൾബിലും ലഭിക്കുകയുള്ളൂ. ഓരോന്നിലും അതിനാണ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റുകൾക്കിടയിലുള്ള വോൾട്ടേജിനെയാണ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വോൾട്ടേജ് ഒന്നാമത്തേതിൻ്റെ ഫസ്റ്റ് റെസിസ്റ്റൻസിലെ വോൾട്ടേജ് ഡ്രോപ്പ് V1-ഉം സെക്കൻഡ് റെസിസ്റ്റൻസിലെ V2-ഉം തേർഡ് റെസിസ്റ്റൻസിലെ V3-യും ആണെങ്കിൽ നമുക്ക് നോക്കാം. അതായത് V2 വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദി റെസിസ്റ്റൻസ് R2, V3 is a voltage drop across the resistance R3. Hence the voltage is divided across the resistance connected in series. ഈ 3, അതായത് V എന്നുള്ള വോൾട്ടേജ് ആണ് അതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം V എന്ന വോൾട്ടേജ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്, ടോട്ടൽ വോൾട്ടേജ്. അത് 3 റെസിസ്റ്റൻസിനായിട്ട് വീതിച്ചു പോകുന്നു. അതായത് V = V1 + V2 + V3 ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ടോട്ടൽ വോൾട്ടേജ് V = V1 + V2 + V3 ഇത് പോട്ടെ. അപ്പോൾ സീരീസ് കണക്ഷനിൽ ടോട്ടൽ വോൾട്ടേജ് V = സം ഓഫ് ഇൻഡിവിജ്വൽ വോൾട്ടേജ് ഡ്രോപ്സ്. ഓക്കെ. ഇനി നമുക്കറിയാം V = I × R എന്ന് നമുക്കറിയാം. വോൾട്ടേജ് ഈസ് പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. നമ്മൾ ഓംസ് ലോ പ്രകാരം നമ്മൾ പഠിച്ചു. V = I × R. അപ്പോൾ V1 = I × R1, V2 = I × R2, V3 = I × R3. കാരണം I എല്ലായിടത്തും സെയിം ആണ്, Iക്ക് മാറ്റമില്ല. അപ്പം I കോമൺ ആയിട്ട് എടുത്ത I × R, I × R1 + R2 + R3. I × R സമം ഇവിടെ വോൾട്ടേജ് ഈസ് പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ആസ് പെർ ഓംസ് ലോ. ഓക്കെ. വോൾട്ടേജ് സമം I × R. I കോമൺ ആയിട്ട് എടുത്തു. ഇവിടെ ഈ 3-ലും I ഉണ്ട്, I കോമൺ ആയിട്ട് എടുത്തു. I × R1 + R2 + R3. I അപ്പുറം ഇപ്പുറം കൊണ്ട് ക്യാൻസലായി. R = R1 + R2 + R3. അതാണ് നമ്മുടെ ഇതിൻ്റെ സീരീസ് കണക്ഷനിലെ മൂന്നാമത്തെ ഇക്വേഷൻ. R = R1 + R2 + R3 അല്ലെങ്കിൽ എക്സെട്ര. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് 3 ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നെങ്കിലും ആക്ച്വൽ ഫോർമുല എങ്ങനെയാണ്? R = R1 + R2 + R3 + R4 എക്സെട്ര RN. അപ്പോൾ 5, 10, 15 റെസിസ്റ്റൻസുകൾ ഇങ്ങനെ സീരീസിൽ കണക്ട് ചെയ്താൽ ടോട്ടൽ റെസിസ്റ്റൻസ് R = സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് 3, 4, 5, 6, ഇപ്പം 10ാമത്തെയാണ് അവസാനത്തെങ്കിൽ R10. അതെല്ലാം കൂടെ കൂട്ടുക, 10 റെസിസ്റ്റൻസുകൾ സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് ഗിവൺ ബൈ ദി അരിത്തമെറ്റിക് സം ഓഫ് ദെയർ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസസ്. അപ്പോൾ കൂടുതൽ റെസിസ്റ്റൻസുകൾ സീരീസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? I = I1 = I2. അതായത് സീരീസ് കണക്ഷൻ്റെ പ്രത്യേകതകൾ ഒന്നും കൂടെ ഓർക്കുക. 3 കാര്യങ്ങളാണ് സീരീസ് കണക്ഷൻ. ഒന്നിന് പുറകെ ഒന്നായിട്ട് കണക്ട് ചെയ്യുന്ന കണക്ഷനാണ് സീരീസ് കണക്ഷൻ. അവിടെ പ്രത്യേകതകൾ കറണ്ട് സെയിം ആയിരിക്കും. I = I1 = I2 = I3 എക്സെട്ര. V = V1 + V2 + V3. R = R1 + R2 + R3 + R4 എക്സെട്ര. ഓക്കെ. ഈ 3 ഫോർമുലകൾ സീരീസ് കണക്ഷൻ്റെ റെസിസ്റ്റൻസിൻ്റെ പ്രത്യേകത. വേർ R is a total effective resistance. R എന്ന് പറഞ്ഞാൽ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഈ 3 റെസിസ്റ്റൻസുകളും കൂടെ അല്ലെങ്കിൽ 3, 4, 5, 10 റെസിസ്റ്റൻസുകൾ കൂട്ടിച്ചേർത്താൽ അതിൻ്റെ ആകെത്തുക, അതിൻ്റെ ഒറ്റ റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കിയാൽ അതിൻ്റെ ആകെത്തുകയാണ് ക്യാപിറ്റൽ R അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് പാരലൽ കണക്ഷൻ. When 2 or more than 2 resistors are connected in such a way that shown in figure, all the first terminals of this
resistors connected and all the second terminals connected together as illustrated is called as parallel connection. In this type of connection, current is divided into among the resistances while the voltage remains the same. Voltage remains the same across the resistances. ഇപ്പോൾ ഇതാണ് പാരലൽ കണക്ഷൻ. പാരലൽ എന്ന് പറഞ്ഞാൽ സമാന്തരമായ കണക്ഷൻ. ഏതാണ് ഇത്? ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ എല്ലാ റെസിസ്റ്റൻസിൻ്റെയും ഫസ്റ്റ് ടെർമിനൽസുകൾ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നു, എല്ലാ റെസിസ്റ്റൻസുകളുടെയും സെക്കൻഡ് ടെർമിനലുകൾ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നു. അത് ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു പവർ സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇത്തരം കണക്ഷനെയാണ് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പാരലൽ കണക്ഷൻ്റെ പ്രത്യേകതകൾ, അപ്പോൾ ഇവിടെ ഒന്നാമത്തേതിൻ്റെ അക്രോസ് വോൾട്ടേജും വി തന്നെയാണ്, രണ്ടാമത്തേതിൻ്റെ അക്രോസ് ടെർമിനലും വി തന്നെയാണ്, മൂന്നാമത്തേതിൻ്റെതും ഈ അക്രോസ് ടെർമിനൽ വോൾട്ടേജ് അക്രോസ് ടെർമിനൽ വി തന്നെയാണ്. ഈ നാലാമത്തേനെ എടുത്ത് നോക്കുമ്പോഴും വോൾട്ടേജ് അക്രോസ് ടെർമിനൽ ഈസ് ഈക്വൽ ടു വി. സോ ഇൻ പാരലൽ കണക്ഷൻ voltage is constant across all resistors. V is equal to V1 is equal to V2 is equal to etc. V1, V2, V3 എന്ന് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. voltage remain the same across all the resistances. എല്ലാ റെസിസ്റ്റൻസുകളുടെയും പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ റെസിസ്റ്റൻസിലൂടെയും കടന്നു പോകുന്ന അല്ലെങ്കിൽ അതിൻ്റെ ടെർമിനലിൻ്റെ ഇടയ്ക്കുള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും. നമ്മൾ എല്ലാ വയറിങ്ങുകളും ഒക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം 220 വോൾട്ടേജ് നമ്മുടെ വീട്ടിൽ വന്ന എല്ലാ ഉപകരണത്തിനും വോൾട്ടേജ് 220 വോൾട്ട് തന്നെ എത്തണം. അപ്പം എല്ലാ കണക്ഷനുകളും നമ്മൾ സീരിയസ് ആയിട്ടാണ് എല്ലാ കണക്ഷനുകളും കൊടുക്കുന്നത്. സാധാരണ ഹോം വയറിങ്ങുകളും പിന്നെ ഓട്ടോമൊബൈലിലുള്ള കണക്ഷനുകളും ഇതൊക്കെ സീരിയസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിനെയും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കൺട്രോൾ ചെയ്യാം. ഇവിടെ ഒരു സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കൺട്രോളായി, ഇവിടെ ഒരു സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് കൺട്രോളായി, ഇവിടെ ഒരു സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓരോന്നിനെ ഇൻഡിവിജ്വലായിട്ട് കൺട്രോൾ ചെയ്യാനും പറ്റും. പാരലൽ കണക്ഷനിൽ അങ്ങനെയല്ല. പാരലൽ കണക്ഷനിൽ ഇവിടെ ഒരു സ്വിച്ച് വെച്ചാൽ ഇത് 3ലേക്കുള്ള കറണ്ട്, ഒരു സ്വിച്ച് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ 3ലേക്കുള്ള കറണ്ട് സ്റ്റോപ്പാവും. ഇൻഡിവിജ്വലായിട്ട് പിന്നെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇത് സീരീസ് ബൾബ് എന്ന് പറയുന്നില്ല. ചെറിയ 6 വോൾട്ടിൻ്റെ ബൾബ് ഉപയോഗിച്ചിട്ട് നമ്മൾ 240 വോൾട്ടിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ എത്രയാ 6, 10, 60, 6, 4, 24, ഒരു 40 ബൾബുകളെങ്കിലും 35-40 ബൾബുകൾ വേണം നമ്മൾ നേരെ കണക്ട് ചെയ്യാൻ. 35-40 6 വോൾട്ടിൻ്റെ ബൾബുകൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 വോൾട്ട് 6 വോൾട്ട് ബൾബുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 2 എൻഡുകൾ നമുക്ക് 240 വോൾട്ട് ആയത് പവർ സപ്ലൈയിൽ കണക്ട് ചെയ്യാം. അതാ സീരീസ് ബൾബ് എന്നൊക്കെ പറയാറില്ലേ. ഈ സീരീസ് കണക്ഷനിൽ നമ്മൾ പിന്നെ ചെറിയ വോൾട്ടേജ് കപ്പാസിറ്റി ഉള്ള കണക്ഷനുകൾ അത്ര എണ്ണം മുമ്പേ പറഞ്ഞ എന്താണ്, 6 വോൾട്ടിൻ്റെ ബൾബ് 40 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് 240 വോൾട്ടിൽ കണക്ട് ചെയ്യാൻ പറ്റും സീരീസ് കണക്ഷൻ. അതായത് ഓരോന്നിലെയും വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ അതിൽ 40-1 ഡിവൈഡ് ചെയ്യപ്പെടും. നേരെ മറിച്ച് 6 വോൾട്ടിൻ്റെ ബൾബ് നേരെ പിന്നെ 230 വോൾട്ട് പവറിലേക്ക് കൊണ്ടേ കുത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതൊരു പൊട്ടിത്തെറിയും ചീറ്റലും ഒക്കെ ഉണ്ടാവും അല്ലേ, അത്രേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ കഥ കഴിയും. ഓക്കെ, അപ്പം നമ്മൾ പാരലൽ കണക്ഷനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഓരോന്നിലും ഇൻഡിവിജ്വൽ വോൾട്ടേജ്, ഓരോ കണക്ഷനിലെയും വോൾട്ടേജ് സെയിം ആയിരിക്കും. ഇനി ഓരോന്നിലെ റെസിസ്റ്റൻസ് R1, ഓരോന്നും വ്യത്യസ്ത റെസിസ്റ്റൻസ് ആണെന്നിരിക്കട്ടെ. R1, R2, R3 ആൻഡ് R4 ആർ കണക്റ്റഡ് ഇൻ പാരലൽ across a supply voltage V as shown. R1, R2, R3, R4 4 റെസിസ്റ്റൻസുകൾ ഒരു വോൾട്ടേജിൽ V വോൾട്ടേജിൽ കണക്ട് ചെയ്തിരിക്കുകയാണെന്നിരിക്കട്ടെ. I is the current in resistance R1. ഇപ്പോൾ ഇവിടെ I എല്ലായിടത്തും മുമ്പത്തെ കേസിൽ I സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ സെയിം ആയിരിക്കുമോ? ഇതിലൂടെ കയറിയിട്ട് കുറച്ച് കറണ്ട് ഇങ്ങോട്ട് പോകും, ഇതിലൂടെ രണ്ടാമത്തേലൂടെ കടന്ന് കുറച്ച് കറണ്ട് ഇങ്ങോട്ട് പോകും, മൂന്നാമത്തിലൂടെ വേറെ കുറച്ച് കറണ്ട് ഇങ്ങോട്ട് പോകും, നാലാമത്തേലൂടെ വേറെ കുറച്ച് കറണ്ട് ഇങ്ങോട്ട് പോകും.
അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയതാണ് ആകെ കറണ്ട് I. അതായത് ഒരു വലിയ പൈപ്പിൽ നിന്ന് 4 ചെറിയ പൈപ്പുകൾ ഇട്ടിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ആ 4 ചെറിയ പൈപ്പും കൂടെ ഒരുമിച്ച് കൂടുന്നു, എന്നിട്ട് ഇങ്ങോട്ട് വരുന്നു. വെള്ളം ഒഴുകുന്നതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. കറണ്ട് ഫ്ലോ ക്യാൻ ബി കമ്പയർഡ് വിത്ത് വാട്ടർ ഫ്ലോ ത്രൂ എ പൈപ്പ്. അപ്പോൾ ഈ കറണ്ട് ഇതിലെ വലിയൊരു പൈപ്പിലൂടെ ഇവിടെ വരുന്നു, അത് 4 ഡിവൈഡ് ചെയ്തു, ഇവിടെ വന്ന് ഒന്നിച്ച് ചേരുന്നു, ഇങ്ങനെ പോകുന്നു. അപ്പം കറണ്ട് പാസിംഗ് I ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫ്ലോ ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3 പ്ലസ് I4 പ്ലസ് I5 എക്സെട്ര. അതാണ് I1 I2 I3 ഇത് കൂട്ടി വെച്ചിരിക്കുകയാണെങ്കിൽ ടോട്ടൽ കറണ്ട് ഈസ് ഡിവൈഡഡ് ഇൻ ഈച്ച് റെസിസ്റ്റൻസ്. അതായത് ആകെ കറണ്ട് എല്ലാ ഓരോ റെസിസ്റ്റൻസിലൂടെയും ഡിവൈഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3. അതാണ് രണ്ടാമത്തെ പ്രത്യേകത. ആദ്യത്തെ പ്രത്യേകത എന്താണ്? വോൾട്ടേജ് സെയിം ആണ്. V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V1 ഈസ് ഈക്വൽ ടു V2 ഈസ് ഈക്വൽ ടു V3 എക്സെട്ര. രണ്ടാമത്തെ പ്രശ്നം I1 ഇനി ഓരോ ഇതിലൂടെയും കടന്നു പോകുന്ന കറണ്ട് കാണണമെങ്കിൽ I സമം V/R ആണ്. ആസ് പെർ ഓംസ് ലോ I സമം V/R ആണ്. അപ്പോൾ I1 കാണണമെങ്കിൽ V/R1, I2 സമം V/R2, I3 സമം V/R3, I4 സമം I4. ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ട് I4 സമം V എല്ലായിടത്തും സെയിം ആണല്ലോ ഇവിടെ, V/R4. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, I സമം V/R4. കറണ്ട് ഇൻ റെസിസ്റ്റൻസ് R4, I4 എന്ന് പറഞ്ഞാൽ R4 എന്ന റെസിസ്റ്റൻസിലൂടെ കടന്നു പോകുന്ന കറണ്ട് ഈസ് ഈക്വൽ ടു V/R4. ഓക്കെ, അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിലൂടെയും കടന്നു പോകുന്ന റെസിസ്റ്റൻസ് നമുക്ക് അങ്ങനെ കാണാം. ഓരോന്നിലൂടെയും കടന്നു പോകുന്ന കറണ്ടിൻ്റെ ആകെത്തുകയാണ് ടോട്ടൽ കറണ്ട്. I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3 പ്ലസ് I4 എക്സെട്ര. അതാണ് രണ്ടാമത്തെ പ്രത്യേകത അല്ലെങ്കിൽ രണ്ടാമത്തെ ഫോർമുല. ഓർക്കുക. ഇനി V/R ഈസ് ഈക്വൽ ടു V/R1 പ്ലസ് V/R2 പ്ലസ് V/R3 പ്ലസ് V/R4 ആണല്ലോ. I സമം V/R ആണ്. അപ്പോൾ V/R വോൾട്ടേജ് ബൈ കറണ്ട്, വോൾട്ടേജ് V ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് V ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് R ആണെന്ന് കരുതുക. ഇതിൻ്റെ 4ൻ്റെയും കൂടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 4 ആണെന്ന് കരുതുക. അല്ല സോറി, R ആണെന്ന് കരുതുക. എങ്കിൽ V/R ഈസ് ഈക്വൽ ടു ഈ V/R1 പ്ലസ് V/R2 പ്ലസ് V/R3 പ്ലസ് V/R4 ഓരോ റെസിസ്റ്റൻസുകളുടെയും ആകെത്തുകയാണല്ലോ ടോട്ടൽ കറണ്ട്. അതായത് I സമം V/R, I1 സമം V/R1, I2 സമം V/R3, I3 സമം V/R3, I4 സമം V/R4. ഇത് ഈ ഫോർമുല നമ്മൾ അതേപോലെ അതിന് ഓരോ V/R എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് താഴെ കാണുന്നത്. അപ്പോൾ V പുറത്തേക്ക് എടുത്തു, V ഈസ് ഈക്വൽ ടു 1/R. ഇവിടെ V പുറത്തേക്ക് എടുത്തു, എല്ലാത്തിലും കോമൺ ആണ്. V പുറത്തേക്ക് എടുത്തു, V ഇൻറ്റു 1/R ഈസ് ഈക്വൽ ടു, ഇത് നോക്കണ്ട, നമ്മൾ ഈ ഫോർമുല മാത്രം ഓർത്തിരുത്താൽ മതി, എങ്കിലും അതൊന്ന് അറിയാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഇവിടെ V പുറത്തേക്ക് എടുത്താൽ V ഇൻറ്റു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 പ്ലസ് 1/R4. ഈ V ഇന്ന് എല്ലാത്തിലും V ഉള്ളതുകൊണ്ട് V പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ V കോമൺ ഫാക്ടർ V ഇൻറ്റു 1/R1, V ഇൻറ്റു 1/R2, V ഇൻറ്റു അങ്ങനെ വരുമല്ലോ. വിലയ്ക്ക് വ്യത്യാസം വരുന്നില്ല. നമുക്ക് ഒരു കോമൺ പൊതു ഘടകം നമുക്ക് ബ്രാക്കറ്റിന് പുറത്ത് എഴുതി അതിനെ എല്ലാത്തിനും കൊണ്ട് ഗുണിച്ചാൽ ബ്രാക്കറ്റ് ഇട്ടാൽ മതി ബാക്കി. അപ്പോൾ ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് വിത്ത് V, രണ്ട് സൈഡിലും സമത്തിൻ്റെ അപ്പുറം ഇപ്പുറം ഒരേ സംഖ്യ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. V കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 പ്ലസ് 1/R4 എന്ന് കിട്ടും. അതായത് 1/R ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഒന്നാമത്തെ 1/R1. അത് തന്നെയാണ് നമ്മുടെ ഫോർമുല. അതായത് കൂടുതൽ എത്ര റെസിസ്റ്റൻസുകൾ പാരലൽ കണക്ട് ചെയ്താലും ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഫോർമുലയാണ്. വേർ R ഈസ് എ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. Hence we can say that when a number of resistances are connected in parallel, the reciprocal of the equivalent resistance is given by the arithmetic sum of the reciprocals of individual resistances. ഓരോ ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ വ്യുൽക്രമം, ആറിൻ്റെ വ്യുൽക്രമമാണ് 1/R എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിൻ്റെയും വ്യുൽക്രമങ്ങളുടെ ആകെത്തുകയാണ് ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ വ്യുൽക്രമം. അതായത് ഇതാണ് ഫോർമുല. 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R3 പ്ലസ്
R4 എക്സെട്ര 1/Rn. n എന്ന് പറയുന്നത് എത്രാമത്തെ റെസിസ്റ്റൻസ് ആണോ, 10 ഉണ്ടെങ്കിൽ Rn എന്ന് പറയുന്നത് R10, R3, R4, R5, R6, R7 അങ്ങനെ എക്സെട്ര Rn ലാസ്റ്റ് നമ്പർ. അപ്പോൾ ഇത് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസുകളുടെ റെസിപ്രോക്കലുകൾ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ കിട്ടും. അതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. 3 കാര്യങ്ങൾ 1/R = 1/R1 പ്ലസ് 2 ആണെങ്കിൽ നമുക്കിങ്ങനെ കണ്ടുപിടിക്കാം. അതാണ് ഇൻഡിവിജ്വലായിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം പാരലൽ കണക്ഷൻ്റെ പ്രത്യേകതകൾ ഒന്നും കൂടെ പറയാം. പാരലൽ കണക്ഷൻ്റെ വോൾട്ടേജ് സെയിം ആണ്, കറണ്ട് എൻ്റെ ആകത്തുക I = I1 + I2, ടോട്ടൽ കറണ്ട് = സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്. ഇനി ടോട്ടൽ റെസിസ്റ്റൻസ് കാണണമെങ്കിൽ 1/R = 1/R1 + 1/R2 + 1/R3 എക്സെട്ര 1/Rn. ഇതാണ് അതിൻ്റെ ഫോർമുല. അപ്പം സീരീസ് കണക്ഷനിൽ കറണ്ട് സെയിം ആണ്, പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് സെയിം ആണ്. അത് ഓർത്തിരിക്കുക. സീരീസ് കണക്ഷനിൽ കറണ്ട് സെയിം ആണ്, പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ R1 ഉം R2 രണ്ട് എണ്ണങ്ങൾ പാരലാണെങ്കിൽ 1/R = R1 + R2 + R1 /R1 R2. അത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. നമ്മളത് മറ്റേ ഫോർമുലയിൽ 2, 3, 4 റെസിസ്റ്റൻസുകളുള്ള ഫോർമുലയിൽ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അവിടെ 2 റെസിസ്റ്റൻസുകൾ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ദ കോയിൽ ഓഫ് ദി ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ക്യാരീസ് ദി കറണ്ട്. ഏത് കറണ്ട് മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൽ കറണ്ട് മെഷറിംഗ് വോൾട്ടേജോ കറണ്ടോ റെസിസ്റ്റൻസോ ഒക്കെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. ദ റേഞ്ച് ഓഫ് ആൻ ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് ലിമിറ്റഡ് ബൈ ദിസ് കറണ്ട് because the moving coil and the spiral springs used as coil connections can be designed for a maximum current about 50 milliamperes and a potential drop of about 50 millivolt. At this stage, for measurement of large current and voltage, the range of the instrument is not suitable because safety of instrument is very important. Hence, for the measurement of large current or voltage, some convenient method of increasing the range of the instrument is necessary with a view to see the instrument is so safe as possible, so that the instrument cannot be spoiled and we will be in a position to measure the required voltage and current. The following formula are very important for essential estimation of shunt and series resistances to measure the required current and voltage respectively. ഇപ്പോൾ ഇത്രയേ പറയുന്നുള്ളൂ. നമ്മൾ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റുകളിൽ, ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റുകൾ, ഇലക്ട്രിക് കറണ്ട്, അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, അതുപോലെ നമ്മുടെ മൾട്ടിമീറ്റർ, ഇതൊക്കെ സാധനങ്ങൾ കാണാമല്ലോ. അതിനുള്ളിലൊക്കെ കോയിലും പിന്നെ മൂവിങ് കോയിലുകളോ അല്ലെങ്കിൽ പിന്നെ കറണ്ടിൻ്റെ സർക്യൂട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് സാധാരണഗതിയിൽ നമ്മൾ അതൊരു 50 മില്ലി ആംപിയർ കറണ്ട് പാസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ 50 മില്ലി വോൾട്ട് കടന്നു പൊട്ടൻഷ്യൽ ഡിഫറൻസ് താങ്ങാനുള്ള കപ്പാസിറ്റിയൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അത് അത്തരം ഉപകരണങ്ങളിലൂടെ വലിയ വോൾട്ടേജോ വലിയ കറണ്ടോ ഒക്കെ അളക്കണമെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റിന് നമുക്ക് സമാന്തരമായിട്ട് ഷണ്ടായിട്ട് സമാന്തരമായിട്ട് മറ്റ് റെസിസ്റ്റൻസുകൾ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് കൃത്യമായിട്ട്, അതായത് ആ ഇൻസ്ട്രുമെൻറ്റിൽ നമ്മളിപ്പോൾ മൾട്ടിമീറ്റർ നോക്കി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റെസിസ്റ്റൻസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൊടുക്കുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കാണാനുള്ള ഫോർമുലയാണ് നമ്മളിവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ദ ഫോളോയിങ് ഫോർമുല ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് ഷണ്ട് ആൻഡ് സീരീസ് റെസിസ്റ്റൻസ് ടു മെഷർ ദ റിക്വയർഡ് കറണ്ട് ആൻഡ് വോൾട്ടേജ് റെസ്പെക്റ്റീവ്ലി. നമ്മൾ സീരീസിലും ഷണ്ട് കണക്ഷനായിട്ടും ഒരു റെസിസ്റ്റൻസിനോട് അല്ലെങ്കിൽ ഒരു ഉപകരണത്തിനോട് കൊടുക്കേണ്ട എക്സ്ട്രാ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ഈ ഫോർമുല ഉപയോഗിക്കുന്നത്. ആർ എസ് എന്ന് പറഞ്ഞാൽ ഷണ്ട് റെസിസ്റ്റൻസ് ടു ബി കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദി ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ ദ റിക്വയർഡ് കറണ്ട്. അതിന് നമ്മൾ പാരലായിട്ട് കൊടുക്കേണ്ട റെസിസ്റ്റൻസ് ആണ് ആർ എസ്. റെസിസ്റ്റൻസ് ടു ബി ആർ ഇസ് എ റെസിസ്റ്റൻസ് ടു ബി കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ഇൻസ്ട്രുമെൻറ്റ്.
സീരീസിൽ കൊടുക്കേണ്ട റെസിസ്റ്റൻസിൻ്റെ വാല്യൂ RM മീറ്റർ റെസിസ്റ്റൻസ്, IM ഇൻസ്ട്രുമെൻ്റ് കറണ്ട്, കറണ്ട് ടു ബി മെഷേർഡ്, വോൾട്ടേജ് ടു ബി മെഷേർഡ്. നമുക്ക് യഥാർത്ഥത്തിൽ ഇവിടെ പാരലായിട്ട് കൊടുക്കേണ്ട റെസിസ്റ്റൻസ് ബി കണക്റ്റഡ് ഇൻ പാരലായിട്ട് കൊടുക്കേണ്ട റെസിസ്റ്റൻസ് RSഉം കണക്റ്റഡ് ഇത് സീരീസ് ആയിട്ട് കൊടുക്കേണ്ട റെസിസ്റ്റൻസ് Rഉം, ആ മീറ്ററിൻ്റെ വോൾട്ട് മീറ്റർ അമ്മീറ്റർ എന്താണ് ആ മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് RMഉം, അതിലൂടെ കറണ്ട് ഇൻസ്ട്രുമെൻറ്റിലൂടെ കടന്നു പോകാവുന്ന കറണ്ട് IMഉം ആണ്. അപ്പോൾ നമുക്ക് അളക്കേണ്ട കറണ്ട് Iയും അളക്കേണ്ട വോൾട്ടേജിൻ്റെ റേറ്റ് Vയും ആണെങ്കിൽ ഇതാണ് അതിൻ്റെ ഫോർമുല. RS = RM / I/IM - I. അതിനെ അല്ലെങ്കിൽ ഇതിന് പകരം R = V/IM - RM തന്നിരിക്കുന്ന വാല്യൂ അനുസരിച്ച് ഈ രണ്ട് ഫോർമുലയിൽ ഏതുവാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അത്രയേ ഉള്ളൂ. അത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. 6:45. ഇവിടെ എക്സാമ്പിൾസ് ഒന്നാമത്തെ കൊടുത്തിരിക്കുന്നത് R1, R2, R3 3 റെസിസ്റ്റൻസുകൾ. അത് ക്ലിയർ അല്ല അല്ലേ? ഓക്കെ, ഒന്നും കൂടി ചെയ്യാം. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. 3 റെസിസ്റ്റൻസുകൾ. ഇത് ഏത് കണക്ഷനാണ് പറ? പാരലാണോ സീരീസ് ആണോ? Parallel connection. 3 resistances are connected in parallel, R1, R2 and R3. R1 = 6 ohms, R2 = 12 ohms, R3 = 18 ohms. Total find the in parallel ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര ഓംസ് ആണെന്ന് കണ്ടുപിടിക്കണം. അതായത് എഫക്റ്റീവ് റെസിസ്റ്റൻസ്, ഇത് മൂന്നിലും കൂടെ കടന്നു പോകുന്ന റെസിസ്റ്റൻസ് എത്രയാണെന്ന് പറയണം, കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ പാരലൽ കണക്ഷൻ്റെ റെസിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല 1/R = 1/R1 + 1/R2 + 1/R3. 1/R = 1/R1 6 ohm, 1/R2 12 ohm, 1/12 plus 1/18. 6 × 12 × 18 LCM 36. LCM കണ്ടിട്ട് കരിക്കുന്നതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും ചിലപ്പം, അതൊക്കെ ഓർക്കണം. അതാ ഞാൻ പറഞ്ഞ അന്നത്തെ കണക്ക് സംഖ്യാഗണിതങ്ങൾ ഇതൊക്കെ നമ്മൾ ഓർത്തിരുന്നാലേ പിന്നീടുള്ള കണക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. 36നെ 6 കൊണ്ട് ഹരിച്ചാൽ 6, 6 6 36, 6 × 1 6, 36 ആയിരിക്കണം 12, 3, 3 × 1 3 ഇവിടെ എഴുതി. ഇനി 36 ആയിരിക്കണം 18, 2, 2 × 1 2 ഇവിടെ എഴുതി. ഇതെല്ലാം കൂടെ കൂട്ടി 6 + 3 + 2 11, താഴെ 36. 1/R = 11/36. R = 1/R വ്യുൽക്രമമാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഇതല്ല അതിൻ്റെ ആൻസർ. 1/R ആണ് 11/36. സോ R/1 അത് നേരെ തിരിച്ചിടുക. R/1 മീൻസ് R/1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് R. R = 36/11. 36 ഇത് തിരിച്ചിടുക. 36/11 അത് കാൽക്കുലേറ്റ് ചെയ്താൽ 3.2727 ohms. അതാണ് ടോട്ടൽ റെസിസ്റ്റൻസ്. ഇത്ര ഒരു കണക്ക് മസ്റ്റായിട്ട് നിങ്ങൾ വരും പരീക്ഷയ്ക്ക്. നിങ്ങൾ എഴുതി വെച്ചോ, ഒരു കണക്ക് എന്തായാലും മസ്റ്റായിട്ട് വരാറുള്ളതാണ് സാധാരണ. ഓക്കെ, ഇനി രണ്ടാമത്തെ കണക്ക്. ഇത് U എന്ന് നമ്മൾ സൂചിപ്പിക്കുന്ന കറണ്ട് വോൾട്ടേജിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ സാധാരണ U എന്നും പറയും, ചിലപ്പം ചിലയിടത്ത് V എന്നും എഴുതാറുണ്ട് കേട്ടോ. അപ്പോൾ വോൾട്ട്, അത് എത്ര വോൾട്ട് എന്ന് പറയുന്നിടത്ത് ഇത്ര വോൾട്ട് V എഴുതണം. കറണ്ട് ഈ വോൾട്ടേജിനെ സൂചിപ്പിക്കാൻ U എന്ന ലെറ്റർ കൊണ്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ R1 R2 എന്നുള്ളത് ഇതെന്ത് കണക്ഷനാണ്? സീരീസ് കണക്ഷൻ. ഇതിൻ്റെ വാല് കണക്ട് ചെയ്തിരിക്കുക അല്ലേ? അപ്പോൾ അതിനാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. R1 15 ohm, R2 25 ohm. വോൾട്ടേജ് 220 വോൾട്ട്, ടോട്ടൽ വോൾട്ട് 220 വോൾട്ട്. U1 എത്ര വോൾട്ട്? ഇവിടെയുള്ള വോൾട്ടേജ് എത്ര, ഇവിടെയുള്ള വോൾട്ടേജ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സപ്ലൈ വോൾട്ടേജ് V = 220 വോൾട്ട്. ടോട്ടൽ റെസിസ്റ്റൻസ് R1 + R2 ആണല്ലോ, നോ ഡൗട്ട്. R = R1. ഇനി സീരീസ് കണക്ഷൻ R = R1+. നേരെ അങ്ങ് കൂട്ടിയാൽ 15 + 25 40 ohm. ഇത് രണ്ടും കൂടെ നേരെ അങ്ങ് കൂട്ടിയാൽ മതി. സീരീസ് കണക്ഷൻ ആണെങ്കിലും. പാരലൽ കണക്ഷൻ ആണെങ്കിലാണ് അതിൻ്റെ വ്യുൽക്രമം എടുത്തിട്ട് കൂട്ടേണ്ടത്. ഇൻ ദി സർക്യൂട്ട്
കറണ്ട് ഈസ് ഈക്വൽ ടു ഐ. മൊത്തത്തിൽ സർക്യൂട്ടിലെ കറണ്ട് മൊത്തത്തിലുള്ള കറണ്ട് ഐ എന്ന് പറയുന്നത് ഐ സമം വി ബൈ ആർ. 220/40 ആണല്ലോ റെസിസ്റ്റൻസ് വോൾട്ടേജ്. 220/40 220/40 ഈസ് ഈക്വൽ ടു 5.5 ആംപിയേഴ്സ്. ടോട്ടൽ കറണ്ട് അല്ലെങ്കിൽ കറണ്ട് ഈസ് സെയിം ഇൻ ഓൾ റെസിസ്റ്റൻസ്. ഇവിടെ ഓരോ റെസിസ്റ്റൻസിലൂടെയും കടന്നു പോകുന്ന കറണ്ട് സെയിം ആണ്. സീരീസ് കണക്ഷനിൽ കറണ്ട് സെയിം ആണ്, വോൾട്ടേജ് ഡിഫറൻ്റ് ആണ്. ഇനി വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണല്ലോ. വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ്. അപ്പോൾ വോൾട്ടേജ് ഈ V1 ഇവിടുത്തെ വോൾട്ടേജ് V1 ഇവിടെ U1 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ U1 എന്ന് എഴുതണമായിരുന്നു ഇവിടെ. U1 ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു R1. ഐ എത്രയാണ്? 5.5 ഇൻറ്റു R1. ഒന്നാമത്തെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ്? R1 15 ഓം. R1 അപ്പോൾ 5.5 ഇൻറ്റു 15 82.5 വോൾട്ട്. ഇനി V2 ഈ രണ്ടാമത്തെ ഇവിടുത്തെ വോൾട്ടേജ്, ഈ രണ്ട് ടെർമിനലിടയ്ക്കുള്ള വോൾട്ടേജ് V2 അല്ലെങ്കിൽ U2 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ U2 എന്നാണെങ്കിൽ എഴുതിയാൽ ആയിരുന്നു കറക്റ്റ്. ഓക്കെ, എന്നാലും V2 ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു R2. ടോട്ടൽ കറണ്ട് ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ടും ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ടും സെയിം ആണ്. ഐ ഇൻറ്റു R2. 5.5 ആണ് ഐ. കറണ്ട് നമ്മൾ ആംബിയർ എത്ര ആംബിയർ ആണെന്ന് നമ്മൾ മുമ്പേ കണ്ടു. കറണ്ട് സെയിം ആണ്. അവിടെ റെസിസ്റ്റൻസ് R2 ഈസ് ഈക്വൽ ടു 25 ഓം തന്നിട്ടുണ്ട്. അപ്പോൾ 5.5 ഇൻറ്റു 25 ഈസ് ഈക്വൽ ടു 137.5 വോൾട്ട്. അപ്പോൾ ഇതിലൂടെ ആദ്യത്തെ റെസിസ്റ്റൻസിനിടയ്ക്കുള്ള വോൾട്ടേജ് 82.5 വോൾട്ടും രണ്ടാമത്തെ റെസിസ്റ്റൻസിനിടയ്ക്കുള്ള വോൾട്ടേജ് 137.5 വോൾട്ടുമാണ്. അപ്പം ഇവിടെ സീരീസ് കണക്ഷനിൽ ഓരോന്നിനും ആ റെസിസ്റ്റൻസിന് ആനുപാതികമായിട്ടാണ് അതിനിടയ്ക്കുള്ള വോൾട്ടേജ് ഉണ്ടാവുക. അതിനിടയ്ക്ക് വീതിച്ചു പോകും. ഒരേപോലത്തെ റെസിസ്റ്റൻസ് ആണെങ്കിൽ കൃത്യം പകുതിയായിട്ട് വീതിച്ചു പോകും. ഇവിടെ റെസിസ്റ്റൻസ് വ്യത്യസ്തമാണെങ്കിൽ അതിന് ആനുപാതികമായിരിക്കും. ഇവിടെ റെസിസ്റ്റൻസ് കുറഞ്ഞതിന് വോൾട്ടേജ് കുറവാണ്, റെസിസ്റ്റൻസ് കൂടിയതിന് വോൾട്ടേജ് കൂടുതലാണ്. അപ്പോൾ വേറൊരു കാര്യം കൂടെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വോൾട്ടേജ് V1 ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 ആണല്ലോ. V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 ആണല്ലോ. അപ്പോൾ ഈ V1 ഉം V2 കൂടെ കൂട്ടിയാൽ ഈ V കിട്ടുമോ, 220 കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. 82.5 പ്ലസ് 137.5 5 10 0 സിസ്റ്റം 1 7 2 9 1 സിസ്റ്റം 1 10 0 8 3 11 1 12 ഇവിടെ 2 220. അതായത് 82.5 137.5 കൂടെ കൂട്ടിയാൽ കൃത്യം 220 വോൾട്ടേജ് കിട്ടും. അപ്പോൾ ഈ 220 വോൾട്ടേജ് ഈ റെസിസ്റ്റൻസിന് ആനുപാതികമായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടതാണ്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വിശദമായിട്ട് പറഞ്ഞത്. ഒരു പാരലൽ കണക്ഷനും ഒരു സീരീസ് കണക്ഷൻ്റെയും പ്രോബ്ലം നമ്മളിവിടെ നോക്കി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ.